കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതദാസനും കുടുംബം, കൂട്ടുകാരദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു കാലം കൂടി നമുക്ക് ഇങ്ങനെ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പാരീഷ് ഹാൾ, നമ്മുടെ മർദ്ദമ പാരീഷ് ഹാളിൻ്റെ സെക്രട്ടറിയുമായി സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, റോണി എന്നാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ റോണി ഭയങ്കര ചൂടാണ്, ബുദ്ധിമുട്ട്. പുള്ളി പറഞ്ഞു, ഇല്ല ഭാഷ, ഞങ്ങൾ AC ശരിയാക്കിയല്ലോ, നല്ല തണുപ്പാണ്, ഞങ്ങളവിടെ യോഗം കൂടിയല്ലോ. ഞാൻ റോണി, ഞങ്ങൾ പെന്തിക്കോസ്, നിങ്ങളുടെ യോഗം പോലല്ല ഞങ്ങളുടെ യോഗം, ഞങ്ങൾ കുറച്ച്. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് ശരിയായിരിക്കും, പക്ഷെ ഇപ്പോൾ തൽക്കാലം AC ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ. പ്രിയപ്പെട്ടവരെ, ഞാനിവിടുന്ന് ആലോചിക്കായിരിക്കും, നമ്മുടെ ആരാധനകൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം പകരുന്ന ഒരു ചടങ്ങല്ല നമ്മുടെ. അതാണ് വേർപെട്ട ദൈവങ്ങൾക്കുള്ളതായ പ്രത്യേകം. നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാം മറന്നുകൊണ്ട് ദൈവസന്നിധിയിൽ മനോഹരമായ പാട്ടുകൾ ഒക്കെ പാടി നാം ആനന്ദിക്കുമ്പോൾ ദൈവാത്മാവിന്റെ വ്യാപാരം നമ്മുടെ മധ്യത്തിൽ നടക്കുന്നു. ആരാധന ശരീരത്തിൽ അനുഭവിച്ചാണ് നമ്മൾ സ്തോത്രം. അതൊരു തോന്നലല്ല, അതൊരു അനുഭവമാണ്. അടുത്ത ആരാധനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ്. കർത്താവിന്റെ വരവ് താമസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിലപ്പെട്ട സങ്കീർത്തനത്തിൽ നിന്ന് ആലോചന കർത്താവിന്റെ ദാസൻ തന്നല്ലോ. എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുതുതായി കടന്നു വന്ന പ്രിയ ജോയൽ, ഹർഷ, എല്ലാവരും ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. അജീഷിന്റെ സാക്ഷ്യം കേട്ടത്, സാക്ഷ്യത്തിന്റെ സ്റ്റൈല് മാർക്കാണ്. ഭയങ്കര ഷൈ ആയിരിക്കും, നമുക്കറിയാം. ഇങ്ങനെയാണ് ദൈവം ഓരോരുത്തരെ സ്തോത്രം. അപ്പോൾ ഒരു കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തോണം, ദൈവത്തിന് അതിന് ഉദ്ദേശമുണ്ട്. ദൈവം തന്നോട് അടുപ്പിക്കാൻ കഷ്ടതയിൽ കൂടിയൊക്കെ കടത്തിക്കൊടുക്കും. ഹല്ലേലൂയ. പതറിപ്പോവാതെ കർത്താവ് തന്റെ ആ പ്രിയപ്പെട്ടവനെ സഹായിക്കട്ടെ. ഒരു കുടുംബമായി കുഞ്ഞുങ്ങൾ നാട്ടിലാണ്, അറിയാം എൻ്റെ വിഷമം. നാട്ടിലുള്ള കുഞ്ഞുങ്ങളായിരിക്കുന്നവർക്കെല്ലാം ഉണ്ട്. എന്നാൽ അവർ രോഗികളോടായി തീർന്നു എന്ന് കേട്ടാൽ ഭയങ്കരമായ പ്രയാസമുണ്ടോ. കർത്താവ് അതിഭയങ്കരമായ വിടുതലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒരിക്കലും ദൈവം അവരെ ലജ്ജിപ്പിക്കില്ല, ആരെയും ലജ്ജിപ്പിക്കില്ല. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 38-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് മറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി. The pain behind the submission, സമർപ്പണത്തിന്റെ പിന്നിലെ വേദന, അതാണ് ഇന്നത്തെ ഒരു വിഷയമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസാണ് ഈ സുവിശേഷം എഴുതിയ ഏറ്റവും ഭംഗിയായി സുവിശേഷം എഴുതിയതായ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ചരിത്രം എഴുതിയ ഒരു സുവിശേഷമാണ്. താനൊരു യഹൂദനല്ല, താനൊരു യവനായനായിരുന്നു, ഗ്രീക്കാരനായിരുന്നു. താൻ യേശുവിന്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാരിൽ ഒരുത്തനല്ല. തെളിവുകൾ ശേഖരിച്ച്, ദൃക്സാക്ഷികളുടെയും ഒക്കെ തെളിവുകൾ ശേഖരിച്ച് എല്ലാം ക്രമമായി ശാന്തമായി, അങ്ങനെയാണ് താൻ അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളും എഴുതി നമുക്ക് തന്നു. അപ്പോസ്തല പ്രവൃത്തികൾ എന്നൊരു പുസ്തകം പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥം. അതില്ലായിരുന്നുവെങ്കിൽ ദൈവസഭയുടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബന്ധക്കോസുകാരെയൊക്കെ തൂത്തെറിഞ്ഞു കളഞ്ഞു. ഇപ്പൊ അപ്പോസ്തല പ്രവൃത്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് നിൽക്കുന്നത്. ദൈവസഭയുടെ ഉദ്ഘാടനം നടന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. പുതിയ സഭയുടെ ഉദ്ഘാടനം നടന്നതെന്ന് തെളിയിക്കുന്ന രേഖകളൊക്കെ ലൂക്കോസ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനെ ശക്തമായി ഉപയോഗിച്ച് പൗലോസിനോടൊപ്പം മിഷനറി യാത്ര ചെയ്തു, അവസാനത്തോളം തന്റെ കൂടെ നിന്നും. സ്തോത്രം. എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്നും വചനത്തിൽ നിന്നും വായിക്കാൻ പറ്റും. താൻ പ്രൊഫഷണലി ഒരു വൈദ്യനായിരുന്നു, എന്ന് പറഞ്ഞാൽ ഫിസിഷ്യനാണ്. നമുക്ക് ആ പറഞ്ഞെങ്കിൽ അതിന്റെ വെയിറ്റ് വരുന്നത് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് താൻ രോഗസൗഖ്യമൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്തു. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനി വിട്ടില്ല, പനി നിസ്സാരമാണെന്ന് താൻ കണ്ടില്ല. മഹോദരം, അതൊരു വല്ലാത്ത അസുഖമാണ്, അതും താൻ നോട്ട് ചെയ്തു. തൻ്റെ വൈദ്യശാസ്ത്ര പ്രകാരം മരിച്ചു കഴിഞ്ഞാൽ
പിന്നീട് ഒരിക്കലും ജീവിക്കില്ലെന്ന് താൻ വിചാരിച്ചു. അപ്പോഴാണ് തന്നോട് താൻ അറിഞ്ഞതായ ക്രിസ്തു 2-3 പേരെ എന്ത് ചെയ്ത് ഉയർപ്പിച്ചത്. സ്തോത്രം. 2 പേരുടെ കാര്യം താൻ എടുത്തെഴുതി. സ്തോത്രം. അങ്ങനെ നമുക്ക് വേണ്ടി മനോഹരമായി ചമച്ച ഈ ഗ്രന്ഥത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം അത് അമൃതമാണ്. സ്തോത്രം. അയ്യോ, അത് കഷ്ടതയിൽ എത്രമാത്രം നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും ഹല്ലേലൂയ ബോറിംഗ് ഇല്ലാതെ അല്ല ഈ വചനത്തിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ ദാസന്മാർ മാറി 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 സംസാരിച്ചിട്ടും ഇനി എത്ര നൂറ്റാണ്ട് പോയാലും ഈ ദൈവവചനത്തിന് ഒരു ബന്ധനമില്ല, ഒരു അലസതയില്ലെന്നുള്ളത് എല്ലാവരും ഓർക്കണം. അത്ര അല്ലല്ലോ വേറെ ഒരു മതഗ്രന്ഥത്തിന് ഇതില്ലെന്ന് കാനാചൻ പറയുന്ന പോലെ ഒരു കൺക്ലൂഷൻ വേറൊരു മതത്തിനുമില്ല. ഒരു മനുഷ്യന് എന്താകും എന്നുള്ള ഒരു കൺക്ലൂഷൻ അത് ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമേ. സ്തോത്രം. കാഹളം ധ്വനിക്കും. എത്ര ചെട്ടായിട്ടാണ് പറയുന്നത്. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. നോക്കിയ കൺക്ലൂഷൻ കണ്ടോ? ഹല്ലേലൂയ. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. നോക്കിയ സ്തോത്രം. മറ്റേതിനൊന്നും ആ കൺക്ലൂഷൻ ഇല്ല. എത്ര ഭക്തനായി ജീവിച്ചാലും ഹല്ലേലൂയ എന്തായി തീരുമെന്ന് പറയാൻ പറ്റുന്നില്ല. ഇനി അതെങ്ങനെ വീണ്ടും കണ്ടിന്യൂറ്റി. എന്നാൽ നമുക്ക് ഒരു അഷ്വറൻസ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പോയതുപോലെ തന്നെ മടങ്ങി വരും. അഷ്വറൻസ് ഉണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ഈ മാർഗത്തിൽ അല്ലെങ്കിൽ ഈ സുവിശേഷം അറിയുവാൻ ഇടയായതോർത്ത് എപ്പോഴും ദൈവത്തെ കൊച്ചു കാര്യമല്ല കേട്ടോ. സ്തോത്രം. ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വളരെ പ്രത്യാശ തരുന്ന ഒരു വാക്യമാണ്. ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച്, എന്നെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിനെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? നന്ദിയോടെ സ്തുതിക്കുന്നവരാകണം. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 2-3 പേരുടെ ഇന്റർവ്യൂ ആണ് അല്ലെങ്കിൽ സംഭാഷണമാണ്. സ്തോത്രം. ഇതിനകത്ത് ഒരു കപ്പിളും അല്ലെങ്കിൽ ഒരു സിംഗിളും നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ഒരു മാരീഡും ഒരു ബാച്ചിലറും അവരാണ് ഇതിന്റെ മെയിൻ കഥാപാത്രം. ദ ബെസ്റ്റ് കപ്പിൾ. നമ്മുടെ സഭ പണ്ട് ബെസ്റ്റ് കപ്പിളിനൊരു നിറം കിട്ടും. നിങ്ങൾക്കറിയാം ആർക്കാ കിട്ടിയത്? ഓർക്കുന്നുണ്ടോ? കിട്ടിയവർക്കറിയാം. അന്ന് അവർക്ക് കിട്ടി, ഇന്ന് കിട്ടാറുണ്ടല്ലോ. ഞങ്ങൾക്ക് കാര്യം കിട്ടി. ഒരുപാട് എല്ലാ കപ്പിളും ബെസ്റ്റ് കപ്പിളാണ്. അന്ന് അങ്ങനെ നമ്മുടെ ഒരു പിക്നിക്കിന് ഒരു എന്താ നറുക്കെടുപ്പ് പോലെ ഇട്ടിട്ട് ബെസ്റ്റ് കപ്പിളായിട്ട് തിരഞ്ഞെടുത്ത നമ്മളെ ലെനിനെ ഷീലയാണ്. അവരിപ്പോഴും ബെസ്റ്റ് കപ്പിളായിട്ട് തന്നെ ആരോപിക്കുക. ഇപ്പൊ ഒരുപാട് ബെസ്റ്റ് കപ്പിൾ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളൊക്കെ ഓൾഡ് ബെസ്റ്റ് കപ്പിളാണ്. ആരോപിക്കുക. സ്തോത്രം. അപ്പോൾ ഇവിടെ ഒരു കപ്പിളിനെ ലൂക്കോസ് നമുക്ക് പരിചയപ്പെടുത്തും. അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. അത് 6-ാം വാക്യം, 5-ാം വാക്യം. യഹൂദിയ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെഖരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബേത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും. കപ്പിളിന്റെ പ്രത്യേകതയാണ് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിശബത്ത് എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ച അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ കിട്ടിയില്ല. അവരിരുവരും വളരെ വയസ്സ് ചെന്നവരായിട്ട് പോലും അവർ പ്രതീക്ഷിച്ച അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ കിട്ടിയില്ല. എന്നിട്ടും അതാണ് ചിന്തിക്കേണ്ടത്. എന്നിട്ടും അവരിരുവരും കർത്താവിന്റെ സന്നിധിയിൽ എന്തായാലും ഒന്നോട് വായിച്ച സ്തോത്രം. ഒരിക്കലും ഒരു പരാതി പറയാത്ത കപ്പിൾ. അന്യോന്യം പഴിചാരാത്ത കപ്പിൾ. അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും. അടുത്തോട് വായിച്ചേ.
സകല കൽപ്പനകളിലും ആ. ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. നോക്കിയ ദേശത്ത് സാക്ഷ്യമുള്ള അവരുടെ ജീവിതത്തിൽ പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോൾ ഭക്തനായിരിക്കുന്ന എന്തിനാന്നൊക്കെ പലരും ചോദിച്ചു. ഇയാൾ വലിയ അച്ഛനാണ്, എല്ലാവരെയും ധൈര്യപ്പെടുത്തി പ്രസംഗിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഇതുവരെ ഒരു മറുപടി ഇല്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ ഇതൊന്നും അവരെ ബാധിച്ചില്ല കേട്ടോ. സ്തോത്രം. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷയും ദൈവം അവർക്ക് കൊടുത്ത ദർശനവും വളരെ ഭംഗിയായി അവർ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് പോലെ ഞാൻ ഓർമ്മിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി വന്നിട്ടില്ല. പലരും അത് ഓർത്ത് ഭാരപ്പെട്ട് നമ്മൾ സംഘത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ ആത്മാവിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. സാധാരണ വിഷമം നമ്മുടെ അസ്ഥിക്ക് പിടിക്കത്തക്കവണ്ണമാണ് വിഷമം വരുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ആത്മാവ് വിഷാദിച്ചൊക്കെ ഉള്ളിൽ ഇറങ്ങുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവരെ നോക്കി, ഇവർക്ക് ഇതൊരു പ്രശ്നമേ അല്ലായിരുന്നു. അവർക്ക് അതല്ലായിരുന്നു പ്രശ്നം. കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും ഒരു കുറ്റമില്ലാത്തവരായി ജീവിച്ചു. വീട്ടിലിരിക്കല്ലായിരുന്നു, താനൊരു പുരോഹിതനായിരുന്നു. അപ്പോൾ തൻ്റെ ബ്ലെസ്സിങ് ഇല്ലായ്മ അല്ലെങ്കിൽ താൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഇല്ലാത്തത് തന്നെ ശുശ്രൂഷയിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. ഉപദേശം വരാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായ പരിശോധനകളൊക്കെ വരുമ്പോൾ ആദ്യം ഇത് പിടിക്കുന്ന ശുശ്രൂഷയാണ്. സ്വാതന്ത്ര്യം എന്തോ പ്രസംഗിക്കുന്നത് ധ്യാനിക്കണമെന്നോ ഒന്നിനും ഒരു എന്താ പറയുന്നത് ഒരു അനുകൂലമായ ഘടകമില്ലാതെ വരുമ്പോഴും സക്രിയ പുരോഹിതൻ തനിക്ക് ലഭിച്ച ആ ഡ്യൂട്ടി ഷെഡ്യൂൾ അനുസരിച്ച് ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരമാണെന്ന് ഞാൻ വായിച്ചിട്ടുള്ള. സ്തോത്രം. എന്താണ് വായിച്ച് അവൻ ഊറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ നറുക്കുവന്നു എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ ഇങ്ങനെ എന്താ നിരയായിട്ട് നിൽക്കുകയാണ്. ഈ ദൈവാസന ഒരു അവസരം വേണമെങ്കിൽ തനിക്ക് പറയാം, എന്തിനാണ് ഇത്രയും വയസ്സ് എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിൽ നിന്നും മറുപടി ഇല്ലാതെ എന്തിനാ ഈ ദൈവത്തെ ഇങ്ങനെ സേവിക്കുക, അല്ലെങ്കിൽ കുറെ ബുദ്ധിമുട്ട് ഈ ആരാധനയ്ക്ക് എന്തിനാ പോകുന്നത്? പ്രിയപ്പെട്ടവർ, അങ്ങനൊന്നും ആരും നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്നതാണ്. നാം വിഷമിച്ച് നടക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് വ്യക്തമായി കർത്താവിന് അറിയാമെന്നുള്ള ഇന്ന് വായിലൂടെ വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് അത് തന്നെയാണ് ദൈവത്തിന്റെ ദാസൻ സങ്കീർത്തനത്തിൽ കൂടി പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മെ നന്നായി അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെ താൻ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ എന്തുപറ്റി? ഒരു ദൂതൻ തന്റെ ശുശ്രൂഷ സ്ഥലത്തേക്ക് വന്നിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞത്? കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെക്രിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്രിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇതാണ് ഒരു ദിവസം നീ ഇത് കേൾക്കും. ഒരു ദിവസം നീ ഇത് കേൾക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്നുപോലെ ഇവിടെ വന്നിരിക്കുന്ന നിരാശയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവത്തെ, ഉത്തരം വായിക്കുന്ന ഒരു ദിവസം നിനക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത് ഹല്ലേലൂയ, അത് നമുക്ക് മാത്രം ഗ്യാരണ്ടീഡാണ്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറഞ്ഞ ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതലുണ്ടല്ലോ, ഒരാൾ മിണ്ടുന്നില്ല, ഒരാളെ പുറത്തോട്ടും കാണുന്നില്ല. അതെന്തൊരു ശോധനയാണ്. ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ലഭിച്ച മറുപടിയാണ്. മറുപടി ഫസ്റ്റ് ഫേസ് വന്നപ്പോഴേ സെക്രിയാവിന് എന്ത് പിന്നെ സംസാരിക്കാൻ പറ്റില്ല. എലിസബത്ത് തന്നെ ഒളിച്ചു പറഞ്ഞു. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ഇതുവരെ ഇവരെയൊക്കെ പുറത്ത് കാണാനുണ്ടായിരുന്നു, ഇപ്പം അമ്മാമ്മയെ തീരെ കാണാനില്ല, എങ്ങും പബ്ലിക്കിലേ ഇല്ല. അച്ഛനാണെങ്കിൽ ഒരു വാക്ക് പണ്ടത്തെ പോലല്ല, പുള്ളി ഇപ്പൊ കൈ തരുന്നുമില്ല, ഒരു വാക്ക് ഉരിയാടുന്നുമില്ല. പ്രിയപ്പെട്ടവരെ,
അവരവരുടേതായ ലോകത്തിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അതുകൊണ്ടൊന്നും ആരും ഭാരപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ഭാഷ ചിരിച്ചില്ലെന്നിരിക്കും, വിളിച്ചില്ലെന്നിരിക്കും, അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മിണ്ടിയില്ലെന്നിരിക്കും. 100 കൂട്ടം പ്രശ്നങ്ങളാണ് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇതിനൊരു ദിവസം ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടോ ഇവിടെ? ഹല്ലേലൂയ. കർത്താവ് മറുപടി തന്നു. അത് പബ്ലിക്കിലേക്ക് പ്രൊജക്ഷൻ ആകാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം, കുറച്ചുകൂടെ. അപ്പൊ ഒരാൾ മിണ്ടുന്നില്ല, ഒരാളെ പുറത്തോട്ട് കാണും. ഈ സംഗതികളാകെ മാറ്റിമറിച്ചത്, ഈ കപ്പിളിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് ഒരു ബാച്ചിലർ റൂമാണ്. നമ്മുടെ ആകെ 2 കാറ്റഗറിയുള്ളൂ ഭൂമി. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരിൽ ഒന്നിൽ ആരാണ്? ഒന്നിൽ കപ്പിളാണ്, അല്ലെങ്കിൽ ബാച്ചിലർ. അപ്പോൾ നമ്മളെ മൊത്തം പ്രതിനിധികളായിട്ട് വരുത്തിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് യോസേഫിനെ വിവാഹം നിശ്ചയിച്ച ഒരു യുവതി. ഞാൻ യോസേഫിന്റെ കാര്യം മിക്കവാറും ചിന്തിക്കും. ഇത്ര നല്ലൊരു ജെന്റിൽമാൻ, നിങ്ങളൊന്ന് ആലോചിക്കണം. നമുക്കറിയാവുന്നതാണ്, തനിക്ക് വിവാഹം നിശ്ചയിച്ച യുവതി ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു പരസ്യപോലമാക്കാൻ നിർത്തിയില്ല, നാട്ടുകാരോടൊന്നും പറഞ്ഞില്ല. അവളെ ഗൂഢമായി അതിലുള്ള ഡീസൻ്റായിരുന്നു. അപ്പൊ കർത്താവിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൂതൻ ഇടപെട്ട് പറഞ്ഞ് അങ്ങനെയല്ല, ഉപേക്ഷിക്കേണ്ട, അവളിൽ ഉത്പാദിതമായിരിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയാണ്. ഒരു മുസ്ലിം പണ്ഡിതൻ ക്രിസ്മസിനെ പറ്റി പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. നമ്മളായതൊന്നും പ്രതികരിക്കുന്നില്ല. യേശു ക്രിസ്തു ഉണ്ടായത് ഒരു അവിഹിത ബന്ധത്തിൽ കൂടെയാണ്. അപ്പോൾ ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയുടെ ജനനം എന്തിന് നമ്മൾ ആഘോഷിക്കണമെന്ന് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി പ്രസംഗിച്ചാണ്. അത് യൂട്യൂബിൽ വന്ന് ഞാൻ കേട്ട. ഇവിടെ നമ്മളെ മാർഗം ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. നമ്മളെ കർത്താവ് കാണിച്ചു തന്ന മാർഗം, ഹല്ലേലൂയ, സ്തോത്രം, പിന്തുടരാൻ ഏറ്റവും യോഗ്യമായ മാർഗമാണ് നമ്മുടെ കർത്താവ്. വേറെ ആരെയും പിന്തുടരാൻ ജീവിതശൈലി കൊണ്ട് നമുക്ക് പറ്റത്തില്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ വായിച്ചറിഞ്ഞതും കേൾക്കുന്നതുമായ വിഷയങ്ങളാണ്. എന്നാൽ നമ്മളെ കർത്താവ് പറഞ്ഞോളൂ, നിങ്ങളിതാ എനിക്ക് പാപത്തെ കുറിച്ച് ധൈര്യമുണ്ട് വാണാന്നാണ്. ഞാൻ 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടു. ഹല്ലേലൂയ. ഒരു അവിഹിത ബന്ധത്തെ കുറിച്ചോ ഒരു വ്യഭിചാരത്തെ കുറിച്ചോ അങ്ങനെയുള്ളതായ ഒരു വാക്കുകളെ പറ്റിയോ ഒരു ക്രമസമാധാന നില തകർന്നതിനെ പറ്റിയോ ആരെങ്കിലും അറ്റാക്ക് ചെയ്തതിനെ പറ്റിയോ ഒരു യുദ്ധം നടത്തിയതിനെ പറ്റിയോ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തതിനെ പറ്റിയോ ഒന്നും പറയാത്ത ഒരു നേതാവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവനെല്ലാം വാളാൽ തന്നെ നശിച്ചു പോകും. സമാധാനത്തിന്റെ സന്ദേശം. ഹല്ലേലൂയ. നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഫോളോ ചെയ്യാൻ ഇതിൽ കൂടുതൽ മാർഗദർശിയായ ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ പോലെ പാപരഹിതൻ. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ ദൈവത്തിനും ഒപ്പം ഉണ്ടാകും എന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് എത്ര ദൈവമുണ്ട്? ഹൗ മെനി ഗോഡ് യു ഹാവ്? അപ്പൊ ഇത് ജീസസ് ആരാ? അങ്ങനെ അതൊക്കെ അതിന്റെ എന്താ ഒരു തൊടുന്യായം പോലെ പറയാണ്. ജീസസ് നമുക്ക് അതൊന്നും മറുപടി പറയാൻ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ജനനം ഇറ്റ് വാസ് നോട്ട് എ ബയോളജിക്കൽ ബർത്ത്, ഇറ്റ് വാസ് എ ഡിവൈൻ ബർത്ത്. അത് ഭൂമിയിൽ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ ഹല്ലേലൂയ ആ രൂപത്തെ മനുഷ്യനായി ഭൂമിയിൽ അവതരിപ്പിച്ച ദൈവമാണ്. അതുകൊണ്ട് അവൻ യേശു ക്രിസ്തു ദൈവം തന്നെയാണ് എന്ന് ധൈര്യമായിട്ട് പറയാൻ ഒരു സംശയ ലക്ഷ്യനെ പറയാനായിട്ട് പ്രിയപ്പെട്ടവരെ നാം ഒരുങ്ങിയിരിക്കണം. നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ അല്ലാതെ പറയാനൊന്നും പോകണ്ട. ഇത് തെളിയിക്കോ യേശു ക്രിസ്തുവിന് വേണ്ടി വഴക്കുണ്ടാക്കുക ഒന്നും ചെയ്യാൻ നമ്മുടെ വചനത്തിൽ പ്രമാണമില്ല. നമ്മുടെ ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ട വിഷയമേ ഇല്ല, കാര്യമില്ല. ഹല്ലേലൂയ. അതിനൊരു വിശുദ്ധ യുദ്ധം ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു യുദ്ധം ഭൂമിയിലില്ല എന്ന് പറഞ്ഞാൽ, വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധമായ എലിവഷം, അങ്ങനെ ഒരു വിഷമാണ്.
അങ്ങനെ വിഷം ഇല്ല. വിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷം, അല്ലാതെ ശുദ്ധമായ എലിവിഷം ഇവിടെ കിട്ടും. അപ്പൊ ഞാൻ ഇന്നാളെ ചൊവ്വാഴ്ച യോഗത്തിന് പുറപ്പിച്ച പോലെ ഒരാൾ പറഞ്ഞു വി ആർ 95% ഓക്കെ. അപ്പൊ മറ്റൊന്ന് കേട്ടൻ പറഞ്ഞു ഈ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ ഇരിക്കുകയാണ്, ആ വെള്ളത്തിൽ 5% വിഷം കിടത്തിയിട്ട് എനിക്ക് തന്നാൽ അത് മതി, ഞാൻ ചാകാൻ. കാരണം 95% ഓക്കെ ആണെങ്കിലും 5% പോയിസൺ ആണെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ് ദാറ്റ് ഐ ക്യാൻ ഡൈ. പ്രിയപ്പെട്ട, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് നെഞ്ചു വിരിച്ച് നിൽക്കണം, ഒന്ന് അഭിമാനം കൊള്ളണം കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് അബദ്ധമൊന്നും പറ്റിയതല്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവം കാണിച്ചു തന്ന ആ മേൽത്തരമായ അല്ലെങ്കിൽ ഭൂമിയിലേക്കും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും വലിയ പദവിയാണ് ദൈവമക്കളായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിംഗിൾ വുമൺ, ഷീ ഈസ് എൻഗേജ്ഡ്. ഞാൻ യോസഫിന്റെ കാര്യമാണല്ലോ പറഞ്ഞു. യോസഫിനോട് പറഞ്ഞു നീ അവളെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കണ്ട, അക്കോമഡേറ്റ് ചെയ്തു. അദ്ദേഹം അതുപോലെ തന്നെ അനുസരിച്ചു. എന്നിട്ട് ഈ യോസഫിനെ പോലെ മാതൃകയുള്ള പുരുഷൻ കേട്ടു. തൻ്റെതല്ലാത്ത ഒരു കുഞ്ഞിനെ വഹിക്കുന്ന ഈ സഹോദരിയുമായിട്ട് എവിടെ പോവാ? പേർ വഴി ചേർത്താൻ പോവാ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ മറിയയ്ക്ക് പ്രസവത്തിനുള്ള കാലം കഴിഞ്ഞപ്പോൾ ഓരോ ഡോറിൽ പോയി സഹോദരൻ മുട്ടുക. ഒടുവിൽ ഡെലിവറി കഴിഞ്ഞു, വളരെ നന്നായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ദൂരം പറയാം, നീ ഈ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ നാട് വിട്ടിട്ട് മിസ്രൈമിൽ പോയി പാർക്കണം. എത്ര അപ്പൊ ആ കുഞ്ഞിനെ ഇയാളുടെ എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. എടുക്കുമ്പോഴൊന്നും ഈ മറിയോട് പറയുന്നില്ല. നമ്മളൊക്കെ നമ്മളടുക്ക് സ്തോത്രം. അവിടെ കൊണ്ടുപോയി താമസിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാം, നീ ഇവളുമായിട്ട് പോയി നസ്രയത്തിൽ പോയി പാർക്കാം. ദൈവം പറഞ്ഞതെല്ലാം ഇത്ര മാതൃകയുള്ള ഒരു ഭർത്താവ്. അതുകൊണ്ട് യോസേഫ് പിതാവൊന്നും നമ്മൾ വിളിക്കാനില്ല. സ്തോത്രം. അതൊരു ദൈവം അവരെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചു. ഈ മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, സക്രിയാവിന് പ്രത്യക്ഷനായ പോലല്ല. സക്രിയാവിനോട് ആദ്യം പറഞ്ഞത് സക്രിയാവിൽ ഭയപ്പെടേണ്ട. മറിയോട് പറഞ്ഞ എന്താ? അങ്ങനെ ആരും പറയാറില്ല. നമ്മളിപ്പോ പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്നേ പറയത്തുള്ളൂ, അതിന് മുന്നിൽ എന്തെങ്കിലും ചേർക്കാണോ? അല്ലെ ഇവരെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? സലാം അലൈക്കും, അതല്ലേ പറയും. അതുകൊണ്ട് മറിയ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വന്ദനം. ഇതുവരെ മറിയോട് പറഞ്ഞതെല്ലാം എന്താ? വന്ദനം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സലാം അലൈക്കും മറിയ എന്നേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം കൂടെ അതിന് മുന്നേ ചേർത്തു, കൃപ ലഭിച്ചോളെ നിനക്ക് വന്ദനം. അപ്പൊ അവളും മറിയ ചോദിക്കുന്നു, ഇത് എന്തൊരു വന്ദനം? നോക്കി താഴെ 12 വാക്യം വായിച്ചേ. സ്തോത്രം. വായിക്കേ. നമ്മളിതെല്ലാം വായിച്ച് അറിയാവുന്നതാണെങ്കിലും ഇതിനകത്ത് 7 പ്രവചനങ്ങളുണ്ട്. അതോടെ ഞാൻ പറഞ്ഞു, മറിയോട് പറയുന്നു, 7 പ്രവചനങ്ങളിൽ എത്ര എണ്ണം നിവൃത്തിയായിട്ടുണ്ട്? നീ ഗർഭം ധരിച്ച് ഒരു മാനെ പ്രസവം നിവൃത്തിയായി. അവൻ യേശു എന്ന് അത് നിവൃത്തിയായി. അത് നിവൃത്തിയായി. അത്യുന്നതന്റെ പുത്രൻ ആരൊക്കെ വിളിച്ചു? യേശുവിനെ. ഭൂമിയിലായിരുന്നപ്പോൾ പലരും വിളിച്ചു, എസ്പെഷ്യലി പിശാചുക്കൾ വിളിച്ചു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ, സമയത്തിന് മുൻപേ നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നത്. അപ്പൊ അത് നിവൃത്തിയായി. ഇനി നിവൃത്തിയാണല്ലോ. അപ്പൊ ഒരു പ്രവചനത്തിലെ ഇത്രയും കണ്ടൻസിൽ ചില ഭാഗങ്ങൾ നിവൃത്തിയായെങ്കിൽ കുറിച്ചു വെച്ചു, ബാക്കി നിവൃത്തിയാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. യേശു ജനിച്ചു നമുക്കറിയാം. യേശു വലിയവനായിരുന്നു. പ്രകൃതിയിന്മേലും കാറ്റിന്മേലും കടലിന്മേലും ഒക്കെ അവന് അധികാരം ഉണ്ടായിരുന്നു. മരണത്തിന്മേൽ അധികാരം. ഇതിൽ വലിയൊരുവൻ ജനിച്ചിട്ടില്ല.
അവൻ വലിയവനാകും, അവൻ അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അടുത്ത വാക്യം. ഇത് നിവൃത്തിയാകാൻ പോകുന്ന പ്രവചനമാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അടുത്തുള്ള വാക്യം. ഒരു പെർമനന്റ് കിങ് അത് വരാൻ പോകും. സ്തോത്രം. മരണമില്ലാത്ത, ഏജ് കൊണ്ട് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ ആവശ്യമില്ലാത്ത ഒരു പെർമനന്റ് കിങ്. വായിച്ചിട്ടുണ്ട്. അവന്റെ കിങ്ഡത്തിനും അവസാനമില്ല എന്ന് പറഞ്ഞാൽ നിത്യരാജ്യം ഉണ്ടാകും. ക്രിസ്ത്യാനികളായ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കാത്തിരിക്കുന്ന ആ പ്രവചനങ്ങൾ ഇനി നിറവേറാൻ പോവുകയാണ്. 3 നിറവേറിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നിറവേറും. അതാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. പെട്ടെന്ന് വായിച്ചു പോട്ടെ, സമയം. ഞാൻ മൊത്തം വായിക്കുന്നില്ല, നമുക്ക് ആ ചരിത്രം അറിയാം. ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലനിൽക്കും. അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, the holy child. പുരുഷബന്ധമില്ലാതെ പ്രകൃതിയുടെ നിയമത്തിന് ഹല്ലേലൂയ വിരുദ്ധമായി സ്തോത്രം ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ കൂടി ഹല്ലേലൂയ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ സ്നാനപ്പെടുത്തുമ്പോഴൊക്കെ പറയുന്നത് എന്താ, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താഴ്ന്ന ഭൂമിയിലേക്ക് വന്ന് ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ ജന്മമെടുത്ത് മനുഷ്യനായി നമ്മോടൊപ്പം ജീവിച്ച് സ്തോത്രം മനുഷ്യന് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്ന ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ മറിയോട് പറയുമ്പോൾ മറിയ ന്യായമായിട്ട് സക്കറിയാവും ഡൗട്ട് ചോദിച്ചു, മറിയയും ഡൗട്ട് ചോദിച്ചു. അപ്പോൾ മറിയയ്ക്ക് പറഞ്ഞു കൊടുത്ത 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിനൊരു കാര്യവും പ്ലസ് ഒരിക്കലും മറുപടി കിട്ടില്ലെന്ന് നീ വിചാരിച്ച നിന്റെ ഒരു ചങ്ങാതി, ആരാ, നിന്റെ ഒരു ഫ്രണ്ടുണ്ട് എലിസബത്ത്. നീ അറിഞ്ഞ അവൾക്ക് ഇപ്പോൾ 6 months ഷീ ഈസ് പ്രഗ്നന്റ്. എന്നാലും മറിയ പിന്നെ മറിയക്ക് ഒരു ഡൗട്ടും വന്നില്ല. ചില വിടുതലുകൾ നമുക്ക് തരുന്നുണ്ടല്ലോ, ചിലരെ ആഴമായി വിശ്വസിപ്പിക്കാൻ. വിശ്വാസമില്ലാതെ ഇങ്ങനെ ആടി നിൽക്കുന്ന ചിലർക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ചില വിടുതലുകൾ നമുക്ക് തരുന്നത് കേട്ടോ. ഹല്ലേലൂയ. ആ വിടുതൽ നിനക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, ചിലരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കൂടിയാണ്. ഹല്ലേലൂയ. ഇന്ന് അജീഷിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ. അത് കേട്ട് നമുക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ഉറപ്പാണത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറിയ പിന്നെ അവിടെ നിന്നില്ല, മറിയ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതിന് ശേഷമാണ് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരുന്നത്. അതിന് മറിയ പറഞ്ഞു, ഇതിന്റെ പേരാണ് സബ്മിഷൻ, സമർപ്പണം. സമർപ്പണത്തിന്റെ പുറകിൽ ആര് സമർപ്പിച്ചാൽ, ഓരോ ദിവസം എന്താ പറഞ്ഞ, ഭാര്യമാര് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും, സമർപ്പിക്കുന്നത്. അപ്പൊ സമർപ്പണത്തിന്റെ പുറകിൽ എന്തുണ്ട്? പെയിനുണ്ട്. അല്ലെ, ഭാര്യമാരോട് ചോദിച്ചു, കീഴടങ്ങുന്നതിനും സമർപ്പണത്തിന് അവർ ഒത്തിരി പെയിൻ എടുക്കുന്നു ഇല്ലേ? ഡെലിവറിക്ക് മാത്രമല്ല പെയിൻ എടുത്ത്, ദൈനംദിന ജീവിതത്തിലും പെയിനാണ്. ഓട്ടോ സാരമില്ല, അച്ഛനല്ലയോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലയോ എന്നുള്ള രീതിയിൽ ഒക്കെ സമ്മതിച്ചു കൊടുക്കുമ്പോൾ അതിനൊക്കെ പെയിനുണ്ട്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അങ്ങനെ കിട്ടാൻ, എന്നാലും പെയിനുണ്ട്. മറിയ എടുത്തോലൊരു പെയിൻ. മറിയ പിന്നെ എലിസബത്തിനെ പോലെ ഒളിച്ചു പാർക്കല്ല, പുറത്തോട്ടങ്ങ് ഇറങ്ങുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യ ജീവിതത്തിൽ ക്രിസ്ത്യാനിറ്റിയായി അല്ലെങ്കിൽ നമ്മുടെ ദൈവ പൈതലായി ജീവിക്കണം, ഒരു സമർപ്പണത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ഈസിയല്ല. മറിയയുടെ പിന്നെ പബ്ലിക്കിലുള്ള ഇംപ്രഷൻ നിങ്ങൾ നോക്കണം. ഒരു അവിവാഹിതയായ യുവതിയാണ്, താനിപ്പാരാണ്, ഗർഭിണിയാണ്.
ലോകത്തിൽ ഏറ്റവും അവമാനിക്കപ്പെടുന്ന ഒരു യുവതിയെ സംബന്ധിച്ച് ആ അവമാനഭാരം ഏറ്റെടുക്കാൻ എന്ത് ചെയ്തു? സമർപ്പിച്ചു. നമുക്ക് ഒരുപാട് മാലപുരം പറയുന്നതാണ് ഏറ്റവും വലിയ സമർപ്പണം. അത് ഊരി കഴിഞ്ഞാൽ പമ്മിയാ നിൽക്കുന്നില്ല. ഇതുവരെ കോളറുള്ള ബ്ലൗസ് ഇടാത്ത പാർട്ടികളൊക്കെ പിന്നെ എന്ത് ചെയ്യും? പിന്നെ തല മൂടിയേ നിൽക്കുന്നുള്ളൂ. കാരണം കാലിക്കുള്ളി ഇല്ലെന്ന് ആരും കാണണ്ട. ഇതൊന്നും സമർപ്പണമല്ല. ഇനി സഹോദരന്മാരല്ലോ വേദപുസ്തകം പ്ലാസ്റ്റിക് പൊതിഞ്ഞ് 3-4 പ്ലാസ്റ്റിക് പൊതിഞ്ഞ ചോദിച്ചു പറഞ്ഞ എന്താണ്? വേർപ്പ് പിടിക്കാൻ ചുമ്മാതാക്കി വേദപുസ്തകമായിട്ട് പുറത്തു പോകുന്ന ക്യാമ്പിലുള്ളവര് കാണരുത്, അത്രേ ഉള്ളൂ. പിന്നെ ചില ചങ്ങാതികളുണ്ട് ഇവിടെ ഇതെല്ലാം ചെയ്തിട്ട് നാട്ടിൽ ചെന്നിട്ട് വീണ്ടും കുരിശ് വരയ്ക്കാൻ. ഇതൊന്നും സമർപ്പണമല്ലെന്ന്. അല്ലല്ലേ? സമർപ്പണത്തിന്റെ പുറകിൽ എന്തുണ്ട്? വേദനയുണ്ട്. വേദനയില്ലാത്ത സമർപ്പണമല്ല. സമർപ്പണത്തിന്റെ പുറകിൽ അവമാനമുണ്ട്. അതെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച മാത്രയിൽ ഹല്ലേലൂയ, ഷീ വാസ് ടേക്കിംഗ് ഹെർസെൽഫ്. ഒരുപാട് വേദനകൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഭൂമിയിൽ ഒരു യുവതിക്ക് അനുഭവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ വേദനകൾ സ്വയം ഏറ്റെടുക്കുകയാണ്. സ്തോത്രം. എങ്കിലും അവർക്കൊരു സന്തോഷമുണ്ട്, കർത്താവിന്റെ ഉള്ളിൽ വന്നല്ലോ. പ്രിയപ്പെട്ടവരെ, അതായിരിക്കണം നമ്മുടെ ആ സന്തോഷം. സ്തോത്രം. ലോകം മുഴുവൻ നമ്മളെ അവമാനിച്ചാലും, സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ മാറ്റി നിർത്തിയാലും, വീട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തി നിർത്തിയാലും, നിന്റെ ഹൃദയത്തിന്റെ അഭിമാനം എന്തായിരിക്കണം എന്നറിയാമോ? ഹല്ലേലൂയ, നിങ്ങളെല്ലാം എന്നെ അപമാനിച്ചു, പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട്, എന്റെ രക്ഷിതാവായ കർത്താവ് എന്റെ ഉള്ളിൽ. ഹല്ലേലൂയ, അതിന്റെ പേരാണ് സമർപ്പണം. ഹല്ലേലൂയ, അത് പേര് നടക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒത്തിരി സംസാരിക്കുന്ന സമയം കഴിഞ്ഞു. ഈ ഉള്ളിൽ കർത്താവിനെ വഹിക്കൊണ്ട് നടന്ന മറിയ നേരെ പോയത് ഇവിടെ എലിസബത്തിൽ എത്തപ്പെട്ടു പോവാ, പെട്ടെന്ന് പോവാ, ബാക്കി എല്ലാ വർക്കും. കാരണം കർത്താവ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ത്രില്ല. അങ്ങനെ ഒരു ത്രില്ലില്ലാത്തൊന്നും യഥാർത്ഥ മാനസാന്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ മാനസാന്തരപ്പെട്ട ആ സമയങ്ങളൊക്കെ ഓർത്തു നോക്കി. കൈപൊക്കി മാനസാന്തരപ്പെട്ട കാര്യമല്ല ഞാനിപ്പോ പറയുന്നത്. യഥാർത്ഥത്തിൽ അനുഭവിച്ച് കരഞ്ഞ് മാനസാന്തരപ്പെട്ട ആളാണ്. അങ്ങനെ ചെയ്തവരെല്ലാം അതിനൊരു ത്രില്ലുണ്ട്, അതൊരു അഭിമാനമായി. സ്തോത്രം. ഇത്രയൊന്നും ഡിമാൻഡ് ഒന്നും പെന്തക്കോസ്തുകാർക്ക് ഇല്ല. ഞങ്ങളൊക്കെ ഉള്ള കാലം നമ്മുടെ പിതാക്കന്മാർ അതിൽ കൂടുതൽ ശ്രമിച്ചു. ഒരു പരസ്യം നടത്താൻ നിർത്തി അവരെ അവിടെ നാട്ടി ഓടിക്കും. സ്തോത്രം. സ്കൂളിൽ ചെന്നാൽ ഒരു ഗണത്തിലും പെടാത്ത പിള്ളേരാണ് ഞങ്ങൾ. എന്ന് പറഞ്ഞറിയാം, സ്കൂളിൽ ഈ ലംസംഗ്രാന്റെ പരിപാടിയുണ്ട്. അവർ ബഹാർ കൊണ്ടുവന്ന് വായിക്കും. നായർ അത് തന്നെ ഒത്തിരി ഉണ്ട്. വിളക്കത്തിരി നായർ, വേറെ ഒരുപാട് നായന്മാർ വായിച്ചു. സാമ്പോര്, ഹൈന്ദവര്, ഇങ്ങനെല്ലാം വായിച്ചിട്ട് ചേരവർ എല്ലാവരും വായിച്ചു കഴിഞ്ഞിട്ട് ഒരു കുട്ടി മാത്രം ഒന്നിലും പെടാത്തതാണ്. അപ്പൊ എല്ലാവരും ഇന്നിട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മാത്രം ഒരു ഗണത്തിലുമില്ല. അപ്പൊ സാർ എന്നോട് ചോദിക്കാം, നീ എവിടുത്തെ നീ ഏതി പെടുത്ത? പ്രിയപ്പെട്ടൊരു ഒരുപാട് അവമാനം, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ദാസന്മാരായ അവരുടെ മക്കളും ഒക്കെ അനുഭവിച്ചു. എങ്കിലും ഞങ്ങൾക്കതെല്ലാം അഭിമാനമായി. ക്രിസ്തുവിനെ ഉയർത്തിയ തലമുറ. ഹല്ലേലൂയ. ദൈവം എല്ലാവരും മാനിച്ചില്ല. ഹല്ലേലൂയ. ആ ഒരൊറ്റ കെയർ ഓഫിലല്ലാതെ വേറെന്താണ് പറയാനുള്ളത്? സ്തോത്രം. അന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് ആ പാട്ടുകാരനൊക്കെ പറഞ്ഞ് പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതി ഉണ്ടോ? ഞാൻ എലിസബത്തിന്റെ അടുക്കിലേക്ക് മറിയ വരികയാണ്. രണ്ട് സഹോദരിമാർ തങ്ങൾ കൂടിക്കാണുകയാണ്. ഇന്ന് യോഗം കഴിഞ്ഞ് രണ്ട് സഹോദരിമാരുകൾ കൂടിക്കാണും. എല്ലാ സഹോദരിമാരും കൂടി സഹോദരന്മാരും. ഞാൻ ചോദിക്കട്ടെ, രണ്ട് സഹോദരിമാരോ രണ്ട് സഹോദരന്മാരോ കൂടിക്കാണുമ്പോൾ അകത്തെന്തെങ്കിലും അനക്കമുണ്ടോ? പുറത്തെ അനക്കം അവിടെ നിൽക്കട്ടെ, നമ്മൾക്ക് അനങ്ങിട്ടാണല്ലോ പോയി. മറ്റേ ഫിസിക്കലായിട്ടുള്ളതൊക്കെ മറന്നു തരും. സ്തോത്രം. രണ്ടുപേരും ഞങ്ങളിൽ എലിസബത്തിന്റെ അടുത്ത് മറിയ ചെന്ന് കഴിഞ്ഞ് ഹല്ലേലൂയ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ എലിസബത്തിന് വന്ദനം പറഞ്ഞ മാത്രമേ
ആ വാക്യം ഒന്ന് വായിച്ചാൽ നിർത്താം. വായിച്ചേ. ഇതിന്റെ പേരാണ് അകത്തെ അനക്കം. പ്രഗ്നന്റ് പിള്ളേരൊക്കെ അവിടെ മാറി നിൽക്കട്ടെ, ആത്മീയ അർത്ഥം മാത്രം എടുത്താൽ രണ്ടുപേര് തങ്ങളിൽ ഫോണിലാണെങ്കിലും ഒരു പ്രേസിനോട് പറയുമ്പോൾ നിന്റെ അകത്ത് ഒരു അനക്കമുണ്ടോ ഉണ്ടെങ്കിൽ നീ സമർപ്പിക്കപ്പെട്ടവനാണ്. ആരും നീ അവമാനം കേൾക്കുന്നവരാണെങ്കിലും നിന്റെ ഉള്ളിൽ തുടിക്കുന്ന ഒരു ജീവനുണ്ട്. ആരും അത് മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ്. നീ കൈകൊടുത്ത് കഴിയുമ്പോൾ ഉള്ളിൽ ഒരു ചലനമുണ്ടെന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി നീ സമർപ്പിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചേ, സ്തോത്രം. പെട്ടെന്ന് വായിച്ചു. ഇതാണ് സമർപ്പിക്കപ്പെട്ടവർ സംസാരിക്കാറുള്ള ഗുണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു മറിയുടെ വന്ദനം ചെന്നപ്പോൾ തന്നെ മറിയുടെ ഉള്ളിൽ പേർന്ന ക്രിസ്തുവിനെയാണ് പ്രിയപ്പെട്ടവരെ സഹോദര സഹോദരി ഞാനും നീ ഇന്ന് പേർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിൽ എത്ര പേർക്ക് ഒരു ആത്മവ്യാപാര ശക്തി ഉണ്ട് സംസാരിക്കണം. ഹല്ലേലൂയ. ഉള്ള ഹൃദയത്തിലൂടെ മുറിവേൽപ്പിച്ച് വിടുകയാണോ നാം ചെയ്യാറുള്ളത്? ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ എത്ര പേർക്ക് ഒരു ആശ്വാസമാകുന്നുണ്ട് നമ്മുടെ സന്ദർശനം. ഹല്ലേലൂയ. മറിയുടെ ഹൃദയത്തിൽ മറിയുടെ വന്ദന സ്വരം ചെന്നപ്പോൾ തന്നെ എലിസബത്തിന്റെ വായിച്ചു. എലിസബത്ത് ഒളിച്ചു പാർക്കായിരുന്നു കേട്ടോ, പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, ഭയങ്കര നാണക്കേടായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചവൾ കണ്ണു ചെന്ന് കണ്ടപ്പോൾ എല്ലാം മാറുന്നു. ഉച്ചത്തിലങ്ങ് നിലവിളിച്ചു. അത് ഈ യഥാർത്ഥമായിട്ട് ദൈവത്തെ കണ്ടൊരു നാണമൊന്നുമില്ല. നാണമില്ലാത്തതെന്നല്ല, ആരാധിക്കാൻ അവന് നാണമൊന്നുമില്ല. മറുഭാഷ പറയാനും അവന് നാണം കാണും. സ്തോത്രം. വെള്ളയെടുപ്പിടാൻ അവന് നാണം കാണുന്നില്ല. പരസ്യത്തിന് നിൽപ്പാൻ അവന് നാണങ്ങൾ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സ്തോത്രം. അതാണ് യഥാർത്ഥ സമർപ്പണം. ലജ്ജ അങ്ങ് മാറും. സഹോദരൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് മാർപ്പാപ്പയോട് ചോദിക്കാൻ പോലും നമുക്ക് ധൈര്യം. സ്തോത്രം. അതാണ് ക്രിസ്തുവിനെ അകത്ത് പേറുന്നവന്റെ വിശേഷത. കേട്ടോ, ഈ അകത്ത് പേറുമ്പോൾ നിനക്കൊരു പക്ഷെ അപമാനം ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. നിന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയേക്കാം, നിന്നെ കൂട്ടത്തിൽ കൂട്ടിയില്ലെന്നൊക്കെ. പക്ഷെ നിനക്കൊരു അഭിമാനം വേണം. ഞാൻ വഹിക്കുന്നത് ലോകരക്ഷിതാവിനെയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഞാൻ ഉള്ളിൽ വഹിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് സഹോദര സഹോദരി, ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. എലിസബത്തിനെ അവൾ പുറത്തുണ്ട്. എലിസബത്ത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്റെ കർത്താവിന്റെ ഒന്ന് വായിച്ചോളാം. ഇത് ഇങ്ങനൊക്കെ സംഭവിക്കുന്ന എലിസബത്തിനോട് ആര് പറഞ്ഞു? യേശു ക്രിസ്തുവാണ് ഉള്ളിൽ കിടക്കുന്നത് ആര് പറഞ്ഞു? പ്രത്യേകിച്ച് ആരും ഒന്നും പറയണ്ട. യഥാർത്ഥമായി സമർപ്പിക്കപ്പെട്ടവനാണെങ്കിൽ ഹല്ലേലൂയ അവന് കൈ കൊടുക്കുമ്പോഴേ ഇങ്ങോട്ട് പറയും ഞാനിവിടെ പോരുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ എത്ര പേര് യഥാർത്ഥമായി സമർപ്പിക്കപ്പെടും? എത്ര പേർ യഥാർത്ഥമായി ക്രിസ്തുവിനെ ഉള്ളിൽ പേറുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, പുറമേയുള്ള നമ്മൾ നിൽക്കട്ടെ. ഹല്ലേലൂയ. ഓ, അകത്തൊരു ചലനമുണ്ടോ? ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് എലിസബത്ത് പറഞ്ഞു നിർത്തുന്നില്ല. കർത്താവ് എന്നോട് വായിച്ച വാക്ക്, കർത്താവ് തന്നോട് അതിന്റെ 45-ാം എലിസബത്ത് തന്റെ അനുഭവം പറഞ്ഞു. എന്റെ സഹോദരി, നിനക്കതിന് ഭാഗ്യമുണ്ടോ? എന്റെ അച്ഛനെ കണ്ടോ? എന്തോ പ്രസംഗം നടന്നുകൊണ്ടിരുന്ന ആളാന്ന് പറയും. ഇപ്പൊ 5 മാസമായി ഉരിയാട്. എന്നോട് പോലും ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കണമെങ്കിൽ എന്ത് വേണം? പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നോട് അരുളി ചെയ്തതിന് സ്ഥലകാലബോധം ഒന്നും നോക്കാതെ, പരിമിതികളൊന്നും നോക്കാതെ നിവൃത്തി ഉണ്ടാകുന്ന എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ട്? കാര്യങ്ങളൊന്നും കേൾപ്പില്ല. അങ്ങനെയാണെങ്കിൽ യു ആർ ദ ബ്ലെസ്ഡ് വൺ. ഹല്ലേലൂയ. ഇന്ന് പോലും നമുക്ക് കർത്താവിനെ വിശ്വസിക്കാം. കർത്താവ് വെറും വാക്ക് പറയുന്നതല്ല, താൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is going to fulfill. ഹല്ലേലൂയ.
അത് നിവർത്തീകരണത്തിലേക്ക് വരുവാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നീയാണ് ഭൂമിയിലേക്ക് പാഞ്ഞുവാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ, സ്തോത്രം. സമർപ്പണച്ച് ഹല്ലേലൂയ. അതിൽ വരുന്ന അപമാനങ്ങളൊക്കെ വരട്ടെ. ക്രിസ്തുവിനെ ഉള്ളിൽ പേറുന്നവൻ എന്ന അഭിമാനത്തോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് വചനങ്ങളാണ്.